ലോകരാഷ്ട്രങ്ങളെ അപ്പാടെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലും സമീപ പ്രദേശങ്ങളിലും ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ പ്രകാരം ടെൽ അവീവിൽ ഇറാൻ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെടുകയും 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവൻ ആശങ്കയേറ്റുന്നതാണ്. ബാലിസ്റ്റിക് മിസൈൽ മാത്രമല്ല, ഇറാൻ ലക്ഷ്യമിട്ടത് ആണവായുധം പ്രയോഗിക്കാനായിരുന്നുവെന്നാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള ഇസ്രായേലിൻ്റെ സഖ്യകക്ഷികളുടെ ഇടപെടലിൽ അതിന് തടയിടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇറാൻ മിസൈൽ ആക്രമണങ്ങൾക്കും ഇസ്രായേൽ സഖ്യകക്ഷികളും സമാനതകളില്ലാതെ തിരിച്ചടി നൽകിയാണ് ഇതിനെ പ്രതിരോധിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും ഇസ്രായേലിന് തുണയായി. കൃത്യമായ നിരീക്ഷണമാണ് മിസൈലിൻ്റെ വരവ് ഇസ്രായേലിനെ അറിയിച്ചത്. ഇറാൻ മിസൈൽ തൊടുക്കും മുൻപ് തന്നെ അമേരിക്ക സംഭവിക്കാൻ പോകുന്നത് തിരിച്ചറിഞ്ഞിരുന്നു. മെഡിറ്ററേനിയൻ കടലിന് സജ്ജമായിരുന്ന പടക്കപ്പൽ പ്രതിരോധവും തുടങ്ങി. പിന്നാലെ കൂടുതൽ സുഹൃത്തുക്കൾ ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി എത്തി. ബ്രിട്ടനും അമേരിക്കയ്ക്കുമൊപ്പം ഇസ്രായേലിന് വേണ്ടി മിസൈൽ പ്രതിരോധം നടത്തി. അങ്ങനെ മഹാസമുദ്രത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെട്ടു. അയൺ ഡോമുകളും ഇറാന്റെ മിസൈലുകളെ ആകാശത്ത് തന്നെ ഛിന്ന ഭിന്നമാക്കി. ലെബനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ മിസൈൽ ആക്രമണം. ടെൽ അവീവിനെയും ജെറുസലേമിനെയും ലക്ഷ്യം വെച്ച് 150 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. അയൽ രാജ്യമായ ജോർദാന്റെ ആകാശത്തു വെച്ചു തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് കാരണം അമേരിക്കയുടെ കരുതലാണ്. അമേരിക്ക അതിവേഗ മിസൈൽ ഓപ്പറേഷൻ അറിഞ്ഞതാണ് ഇതിന് കാരണം. ഇസ്രായേലിനെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ വ്യോമഗതാഗതം ഇതേ തുടർന്ന് നിർത്തിവെച്ചു. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സുമായി ചേർന്ന് മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയെന്ന് US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെയുള്ള ഇറാന്റെ മിസൈൽ ആക്രമണം പ്രതിരോധിക്കാൻ അമേരിക്കയുടെ 2 യുദ്ധക്കപ്പലുകളിൽ നിന്ന് 1 ഡസനോളം ഇന്റർസെപ്റ്റർ തൊടുത്തതായി പെൻറ്റഗൺ അറിയിച്ചു. ഇറാനിൽ നിന്നു തന്നെയാണ് ഇവ തൊടുത്തുവിട്ടതെന്നും പെൻറ്റഗൺ വക്താവ് മേജർ ജനറൽ പാട്രിക് റൈഡർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. കഴിഞ്ഞ ആക്രമണത്തേക്കാൾ ഇരട്ടി മിസൈലുകളാണ് ഇത്തവണ ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തതെന്നും പെൻറ്റഗൺ പറഞ്ഞു. അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടനും പ്രതിരോധത്തിൽ ശക്തമായ പങ്കാളിയായി മാറി. ഇതാണ് ഇസ്രായേലിന് കൂടുതൽ കരുത്തായത്. നേരത്തെ ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടാകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ടെൽ അവീവിലും ജെറുസലേമിലുമുള്ള ജനങ്ങൾ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇസ്രായേൽ നിർദ്ദേശിച്ചു. ഇത് ഇസ്രായേലിനെ തുണച്ചു. എന്നാൽ മിസൈലുകൾ ഇസ്രായേലിൽ പതിക്കും മുമ്പ് തന്നെ തകർത്തുവെന്നാണ് വസ്തുത. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയെയും പ്രധാന കമാൻഡർമാരെയും വധിച്ചതിനു പിന്നാലെ ലെബനിൽ കരയധിനിവേശം തുടങ്ങി ഇസ്രായേൽ രാജ്യത്തുടനീളം വ്യോമാക്രമണം ശക്തമാക്കിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഇറാന്റെ ഇടപെടൽ. ലെബനിലെ ഇസ്രായേൽ ഇടപെടൽ അതിശക്തമായി തുടരുകയും ചെയ്യുന്നുണ്ട്. ലെബനൻ തലസ്ഥാനമായ ബൈറൂട്ടിലും പ്രാന്തപ്രദേശത്തിലും തെക്കൻ ലെബനിലും ബെക്ക വാലിയിലും ചൊവ്വാഴ്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടു. 24 മണിക്കൂറിനിടെ 95 പേർ മരിച്ചു, 172 പേർക്ക് പരിക്കേറ്റു. ഗസയിലെ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ 1 വർഷത്തോളമായി സംഘർഷത്തിലാണ്. ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ആക്രമണം. ഇസ്രായേൽ കരയുദ്ധത്തിന് തുനിഞ്ഞാൽ അതിന് തങ്ങൾ സജ്ജരാണെന്ന് ഹിസ്ബുള്ള പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് ഇറാൻ തിക്തഫലങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്ക പ്രസ്താവിച്ചിട്ടുണ്ട്, തീർച്ചയായും ഈ ആക്രമണത്തിന് ഇറാൻ പ്രത്യാഘാതങ്ങൾ നേരിട്ടേക്കും. ഇന്ന് എന്തായിരിക്കും പ്രത്യാഘാതങ്ങളെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. എന്നാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇസ്രായേലുമായി ചർച്ച നടത്തുമെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അപലപിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്നും അമേരിക്ക അറിയിച്ചു. ആക്രമണത്തെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മില്ലർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയനും ഇസ്രായേലിനുമെതിരായ ആക്രമണത്തെ അപലപിച്ചു. ആക്രമണങ്ങളും പ്രതികാര നടപടികളും തുടരാൻ സാധ്യതയുണ്ട്. മേഖലയിലുടനീളം ഉടനടി വെടിനിർത്തൽ വേണമെന്ന് യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ജോസഫ് ബോറേൽ പറഞ്ഞു.